അച്ഛാ, ഞാൻ ആ പയ്യനൊന്ന് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വേണോടാ? വേണം. ചില വാർണിങ്ങുകൾ അത്യാവശ്യമാണ്. ഏട്ടാ ഏട്ടാ, ഞാൻ തരുണിന്റെ നമ്പർ തരാം. ഏട്ടൻ അവനൊന്ന് വിളിക്കാവോ? എന്തിന്? ഇന്നലെ നടന്ന കാര്യങ്ങളിൽ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരിയല്ലേ? എന്താ യഥാർത്ഥ സംഭവം എന്ന് ഏട്ടൻ അവനോടൊന്ന് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ ഏട്ടൻ എന്റെ കൂടെ ഒന്ന് വാ, നമുക്ക് അവനെ നേരിട്ട് പോയി കാണാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഉണ്ട്. നേരം വെളുത്തപ്പോ മുതൽ എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അവരോട് പോലും അവൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. മോളകത്തേക്കല്ലേ? നിങ്ങൾ ആർക്കും വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ അവനെ വിളിക്കാം. ഹലോ വേദ. തരുൺ, നീ എന്തിനാ ഇന്നലെ ഇവിടെ വന്നേ? എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടിയേ? എന്റെ കുടുംബത്തിന് എത്ര നാണക്കേട് ഉണ്ടാക്കിയെന്നറിയോ? വേദ, ഐ എം റിയലി സോറി. ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, രാകേഷും അർജുനും ഒക്കെ, അവന്മാരെന്നോട് ബെറ്റ് വെച്ചതാ. എന്ത് ബെറ്റ്? എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ഇല്ലാതാക്കാനോ? അല്ല വേദ, അവന്മാരങ്ങനെ വാശി പിടിച്ചപ്പോ ഞാൻ അറിയാതെ ചെയ്തതാ. എടോ, ഞാൻ കാരണം തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞാൻ അവിടെ വന്ന് എല്ലാവരുടെയും കാല് പിടിച്ച് മാപ്പ് പറയാം. നമ്മൾ തമ്മിലൊരു ക്ലാസ്മേറ്റിന്റെ സൗഹൃദം അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് എല്ലാവരോടും പറയാം. വേണ്ട, ഇനി നീ ഈ വീടിന്റെ ഉമ്മറത്തേക്ക് വന്നു പോകരുത്. കോളേജിൽ എത്തിയാലും എന്നോട് ഒരു സൗഹൃദത്തിനും വരണ്ട. വേദ പ്ലീസ്, ഞാൻ ഒരു കാര്യം ചെയ്യാം. എൻ്റെ അച്ഛനും അമ്മയും കൂട്ടി അങ്ങോട്ട് വരാം. അപ്പോ അങ്കിളിനും ആന്റിക്കും കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? തരുൺ, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. സർപ്രൈസിന്റെ പേരിൽ നീക്ക് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളുണ്ടല്ലോ, അതിന്റെ പേരിൽ ഞങ്ങൾ പെൺകുട്ടികൾക്ക് നഷ്ടമാവുന്നതേ വീട്ടിലുള്ള സ്ഥാനോ. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ വീട്ടുകാരുടെ മുന്നിൽ എത്ര മോശക്കാരിയായിന്ന് അറിയോ? വേദ സോറി. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല. ഐ എം റിയലി റിയലി സോറി. ശരി. അവൻ പറഞ്ഞത് ഡാഡി ഏട്ടനും കേട്ടല്ലോ. ഞാൻ എന്തിനാ നിങ്ങളുടെ മുന്നിൽ കള്ളത്തരം കാണിക്കുന്നേ? എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾ തരുന്നില്ലേ? എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നുണ്ട്. ഇനിയും ഞാൻ ചീത്തയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ചാകാനേ എനിക്ക് പറ്റൂ. ആ പയ്യൻ സംസാരിക്കുന്നത് കേട്ടിട്ട് നിനക്ക് എന്താ തോന്നിയത്? അവനല്ലല്ലോ, അവളല്ലേ അച്ഛാ നമ്മുടെ സ്വന്തം. നമുക്ക് അവളെ വിശ്വസിച്ചല്ലേ പറ്റൂ. ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചെങ്കിൽ അങ്ങനെ അങ്ങ് തീർന്നു പോട്ടെ. ഹലോ. സോറി തരുൺ, ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞല്ലോ. അത് കുഴപ്പമില്ല. അവിടുത്തെ പ്രോബ്ലംസ് തീർന്നോ? ഡാഡിയുടെ ഏട്ടന്റെ മുന്നിൽ വെച്ചാ ഞാൻ വിളിച്ചേ. അവര് വിശ്വസിച്ചു എന്നാ തോന്നുന്നേ. അതെ, എന്റെ പേടിയൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ അല്ലേ? പിന്നെ ഒന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കൊഴുപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. ഹേയ്, താൻ ആ വീട്ടിലെ ചെല്ലക്കുട്ടിയല്ലേ? പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരുടെയും സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാ വല്ലാതെ വിഷമിക്കില്ലേ? അതോർത്തപ്പോ ഞാനൊന്ന് കൊഴുപ്പിച്ചതാ. എന്തായാലും നന്നായി. ഇതോടെ ഈ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. പിന്നെ ഇനി ചിലപ്പോ വീട്ടിൽ വിലക്കുണ്ടാവും. എന്നെ കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഈ വീട്ടിലെ ചെല്ലക്കുട്ടിയല്ലേ, അപ്പോ അവര് പറയുന്ന അനുസരിക്കണ്ടേ? എടോ
ഇനിയിപ്പോ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇനിയിപ്പോ ആര് വിലക്കിയിട്ടും കാര്യമില്ല, എന്റെ മനസ്സ് വിലക്കില്ല. താങ്ക് യു. പിന്നെ ഇപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് ചെയ്യാം. മതി മതി. തനിക്ക് അവിടെ റിസ്ക് ഇല്ലെന്ന് തോന്നുന്ന ഏത് സമയത്താണോ ആ സമയത്ത് മാത്രം വിളിച്ചാൽ മതി. പിന്നെ സാധാരണ കാമുകന്മാരെ പോലെ ഞാൻ വാശി പിടിക്കേ ഇപ്പൊ തന്നെ സംസാരിച്ചേ പറ്റൂന്നൊന്നും പറയില്ല. തന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോ തന്നോടുള്ള ഇഷ്ടം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുക. എന്റെ കണ്ടീഷനും അത് തന്നെയാ. എന്നാലേ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ.